കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നിർണായക പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് കോട്ടയത്ത് വെച്ച് ചേരുന്നത്. നിലമ്പൂർ ഇലക്ഷൻ, അതുപോലെ തന്നെ LDF മുന്നണിക്ക് ഉണ്ടായ പരാജയങ്ങൾ, ഇതെല്ലാം ചർച്ചാ വിഷയമാകും. ഇപ്പോൾ നമ്മളോടൊപ്പം പാർട്ടി ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ ജോർജ് ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും നിർണായകമായ ഒരു യോഗമാണ്. അതിലുപരി ഇപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ പരാജയം, ഇവയൊക്കെ ചർച്ചയാവില്ലേ? അല്ല, ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്, വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, പിന്നെ നമ്മുടെ ഈ വന്യജീവി പ്രശ്നം, കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണല്ലോ. കേരള കോൺഗ്രസ് നേരത്തെ മുതൽ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ഒരു പരിപാടിയാണ്. അക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. UDF പല നേതാക്കളോട് സംസാരിക്കുമ്പോൾ ഒരു പരോക്ഷ ക്ഷണം വീണ്ടും UDF കിടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും? മാനസാർ പണ്ട് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് അണികൾ കൂടുതലുണ്ട്. സുന്ദരിയായ സ്ത്രീയോട് സംവദിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് പറഞ്ഞ പോലെ അണികളുള്ള അടിത്തറയുള്ള പാർട്ടി എന്ന നിലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഇപ്പോൾ CPI കോൺഗ്രസ് ക്ഷണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് CPM കൂടെ ക്ഷണിക്കാനുള്ളൂ. ആ നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്ഷണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പാർട്ടി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മുന്നണി മാറ്റത്തിനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഇല്ല. തിരഞ്ഞെടുപ്പ് വിജയവും പരാജയവും ഒക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി മാറുക എന്നുള്ളത് പ്രായോഗികമായ ഒരു കാര്യമല്ലല്ലോ. അധ്യക്ഷൻ ഉൾപ്പെടെ നേതാക്കൾക്കെല്ലാം മുന്നണി വിട്ട് പോകണ്ട എന്നാണെങ്കിലും പാർട്ടിയിലെ മറ്റ് പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ നിൽക്കേണ്ട എന്നുള്ളൊരു വിചാരം വല്ലതും ഉണ്ടോ? ചിലരുടെ തോന്നൽ മാത്രമാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ അണികൾ നേതാക്കൾ പറയുന്ന പോലെ നിൽക്കുന്ന അണികളാണ്. ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ന് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത പാർട്ടി കേരള കോൺഗ്രസ്സാണ്. തീർച്ചയായിട്ടും മലയോര മേഖലയെ സംബന്ധിച്ചിട്ട് വന്യജീവി സംഘർഷം അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. UDF ചേക്കേറുമോ ഇല്ലയോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. ക്യാമറമാൻ ജോവിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.